ഒരു പ്രവാസിയുടെ വൈഫായതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യണവരായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും കപ്പിൾസൊക്കെ ആയിട്ട് നിന്ന് ഹസ്ബൻഡും വൈഫൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ഒരു ടൂറ് പോകുമ്പോഴും ഒരു ട്രാവൽ ചെയ്യുമ്പോഴും ഹസ്ബൻഡും വൈഫും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാണ്. നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം പോലെ നമുക്ക് പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 2 പിള്ളേരുടെ അമ്മയും കൂടി ആണെങ്കിൽ നമ്മുടെ ലൈഫ് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റിലോട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫിലിരിക്കുമ്പോൾ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നാട്ടിലേക്ക് വരാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ആ ഡേറ്റ് കൺഫേം ആയിട്ട് നമ്മൾ വിളിച്ചു പറയുമല്ലോ. പിന്നെ ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര പ്രതീക്ഷയായിട്ട് നമ്മൾ ആ ഡേറ്റിന് വേണ്ടി നോക്കിയിരിക്കും. ദിവസങ്ങൾ എണ്ണി ആ ഒരു മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കും. ഇപ്പം അങ്ങനെ ഒരു മൊമെൻറ്റിലാണ് എൻ്റെ ഏട്ടൻ ഇനി വരാൻ വെറും 3 days ഉള്ളൂ. നമ്മളപ്പത്തിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. ദിവസം ലീവുള്ളൂ എങ്കിൽ ആ ദിവസങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ വരാൻ ഇനി വെറും 2 days, ഇനി ഏട്ടൻ വരാൻ വെറും 1 day. അച്ഛനെ കൊണ്ടുവരാൻ പോവാണ്. കൈ